നമസ്കാരം. തലയിൽ മഞ്ഞ് വീണതുപോലെ വെളുത്ത പൊടികൾ കാണുന്നുണ്ടോ? ഡാൻഡ്രഫ് അഥവാ താരനാവാം ഇത്. കണ്ടൂരൂക്ഷത്വം ത്വക് സ്ഫുടനം കേശിച്യുതി ദാരുണസ്യ ലക്ഷണാൻ വാതകഫ സമൃദ്ഭവം. അതായത് തലയോട്ടിയിൽ ചർമ്മം വരണ്ടു പൊട്ടിപ്പോകുന്നതും ചൊറിച്ചിലുണ്ടാക്കുന്നതും വെളുത്ത പൊടി പോലെ കാണുന്നതുമായിട്ടുള്ള ഈ ഡാൻഡ്രഫ് പലപ്പോഴും മുടി കൊഴിച്ചിലിനും ഒരു കാരണമായി മാറാറുണ്ട്. ഇതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. വൈകിയുള്ള ഉറക്കം, മാനസിക സമ്മർദ്ദം, ദഹനക്കുറവ്, സ്ഥിരമായിട്ട് കെമിക്കൽ ഹെയർ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത്, അതിമധുരവും വറുത്ത ഭക്ഷണങ്ങളും ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ, തല ശുചിയായിട്ട് സൂക്ഷിക്കാതിരിക്കുന്നത്, ദഹന പ്രശ്നങ്ങൾ, ഇവയൊക്കെ ഇതിനൊരു പ്രധാന കാരണമാവും. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പുകളോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഹെയറിനെ റിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഷാമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് സ്കാൽപ്പ് വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് താരൻ വരാതിരിക്കാനുള്ള ഒരു പ്രത്യേക മാർഗം. ഇനി അതിന് പുറമെ പുറത്തേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? പോരാ, ഉള്ളിലേക്കുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. അതിനായിട്ട് വിരയുടെ പ്രശ്നങ്ങളുണ്ടോ വയറിനകത്ത് എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. മോര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ ദിവസവും രാത്രി ഒരു സ്പൂൺ ത്രിഫല ഇളം ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നതും ശരീരത്തിൽ ഇതുപോലെ ഒരു ഡീടോക്സ് അല്ലെങ്കിൽ വിഷമുക്തമാക്കാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ്. വരണ്ട പൊടിയായിട്ടോ ചെറുതായിട്ട് വെളുത്ത താരനോ ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്നതോ മുടി പൊട്ടിപ്പോകുന്നതോ ആണെങ്കിൽ നിങ്ങൾക്ക് വാദപ്രധാനമായിട്ടുള്ള ഇത്തരം ഡാൻഡ്രഫാണ് എന്ന് വേണം പറയാൻ. ഇനി കഫദോഷം കൂടിയിട്ടുണ്ടാവുന്നതാണെങ്കിൽ എണ്ണമയമായിരിക്കും, കട്ടിയുള്ള പൊളിയായി അടർന്നു വിടുന്ന രീതിയിലായിരിക്കും, ചെറിയൊരു ചൊറിച്ചിലുണ്ടാകും, ദുർഗന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ പിത്തദോഷമുള്ളവരാണെങ്കിൽ ചുവപ്പ് കളറായിരിക്കും, ഒരു വളരെയധികം ചൂട് നമുക്ക് തോന്നാം. നമ്മുടെ ഇത്തരം താരലോ അല്ലെങ്കിൽ സ്കാൽപ്പിലോ നമുക്ക് സ്പർശിക്കുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥതയായിട്ട് തോന്നും. ഇങ്ങനെയുള്ളതാണ് പിത്തദോഷം കൂടിയിട്ടുള്ള ആളുകൾക്കുള്ളത്. അപ്പോൾ ഈ ഒരു വാതദോഷം കൂടിയിട്ടുള്ളതായാലും നമുക്ക് പിത്തദോഷത്തിലും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അയ്യപ്പാല കേര തൈലം അല്ലെങ്കിൽ നീലി ഭൃങ്കാതി വെളിച്ചെണ്ണ എന്നുള്ളതൊക്കെ. അതുപോലെ ഭൃംഗരാജ തൈലം, ഇതൊക്കെ തന്നെ നമുക്ക് വാതത്തിലും അതുപോലെ പിത്തത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അയ്യപ്പാല വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചാൽ വളരെ പെട്ടെന്ന് വാത, പിത്ത, കഫ ദോഷത്തിൽ ഈ 3 ദോഷത്തിലും നിങ്ങൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുതിർത്ത വെള്ളമോ അല്ലെങ്കിൽ ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളമോ ത്രിഫല ഇട്ട് തിളപ്പിച്ച കഷായം അത് തന്നെ മുടിയിൽ ഒഴിക്കുന്നതോ അതല്ലെങ്കിൽ നെല്ലിക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുടിയും തലയോട്ടിയും കഴുകുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് സ്കാൽപ്പിനെയും ഹെയർ ഫോളിക്കിൾസിനെയും ഒക്കെ ഹെൽത്തി ആക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്.